ഹായ് ഫ്രണ്ട്സ്, ബിഗ് ബോസ് സീസൺ 7 ഗ്രാൻഡ് ഫിനാലെ ആണ് ഇന്ന്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായത്തിൽ ആര് കപ്പടിക്കുമെന്നാണ് തോന്നുന്നത്? എനിക്ക് തോന്നുന്നത് അനീഷ് കപ്പടിക്കാൻ ചാൻസ് കൂടുതലാണ്. ഇന്നലെ തൊപ്പി അനീഷിന് വേണ്ടി വോട്ട് അഭ്യർത്ഥിക്കാൻ ഇറങ്ങിയപ്പോൾ തന്നെ അത് ഏകദേശം ഡൗട്ടായ കാര്യമാണ്. അതിനുശേഷം അഖിൽമാരാറും തൊപ്പിയും തമ്മിൽ ഭയങ്കരമായിട്ട് രാത്രി വഴക്കുണ്ടായിരുന്നു. അതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ അതൊരു ചെറിയൊരു മിസ്അണ്ടർസ്റ്റാൻഡിങ് ആണ്. അത് അവർ തമ്മിൽ സത്യം പറഞ്ഞാൽ നോർമലായിട്ട് സംസാരിച്ചാൽ തീരാവുന്ന കാര്യമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ രണ്ടുപേരും ഈഗോ ഹേർട്ടായി. പിന്നെ തൊപ്പി ഭയങ്കരമായിട്ട് മോശമായിട്ടാണ് ഫസ്റ്റ് അഖിൽമാരോട് സംസാരിച്ചത്. അഖിൽമാരോട് അപ്പോൾ തിരിച്ച് തന്തയ്ക്കും വിളിച്ചു. നീ ആരെയാണ് വിളിക്കുന്നത്? നിൻ്റെ തന്തയെ നിൻ്റെ അച്ഛനെയാണോ വിളിക്കുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ അങ്ങനെ തൊപ്പി തിരിച്ച് അങ്ങോട്ട് പറഞ്ഞു. അങ്ങനെ ഭയങ്കരമായിട്ട് ഇഷ്യൂ ആയി. പക്ഷേ അതിൽ അഖിൽമാരാറിൻ്റെ മിസ്റ്റേക്ക് അല്ല. ജിൻഡോയുടെ PR ചെയ്ത ഇപ്പോൾ അനുമോളുടെ PR ചെയ്യുന്ന വിനു അഖിൽമാരാരോട് പറഞ്ഞ കാര്യങ്ങളാണ് അഖിൽമാരാർ പറഞ്ഞിരിക്കുന്നത്. ആ കാര്യത്തിന് തെളിവില്ല പൈസ മേടിച്ചതിന് തെളിവുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. പൈസ മേടിച്ചതിന് തെളിവില്ല. പക്ഷേ ജിൻഡോ ഫസ്റ്റ് ജയിച്ചിട്ട് നേരെ വന്നത് ഫസ്റ്റ് ഇൻ്റർവ്യൂ ചെയ്തത് ഇവൻ്റെ ചാനലിലാണ്. അപ്പോൾ അത് തന്നെയല്ലേ PR? കാരണം പൈസ കൊടുക്കണമെന്നില്ല. അതായത് ഒരാൾ വിന്നറായിട്ട് തിരിച്ച് വന്നു കഴിഞ്ഞാൽ ആദ്യം ഇൻ്റർവ്യൂ കൊടുക്കുന്ന ചാനലുകൾക്ക് ലക്ഷങ്ങളാണ് മേടിക്കുന്നത്. അപ്പോൾ ജിൻഡോ നേരെ അത് ചെയ്തു എന്ന് പറയുമ്പോൾ അത് തന്നെയല്ലേ PR വർക്ക് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ അതല്ല പറയുന്നത്. അതുകൊണ്ട് ആ ചാൻസ് കൂടുതൽ അനീഷിന് പോകാനും ചാൻസ് കുറച്ചും കൂടിയുണ്ട്. പക്ഷേ സത്യം പറഞ്ഞാൽ എനിക്കും ആഗ്രഹം അനുമോൾ ജയിക്കണമെന്നായിരുന്നെങ്കിലും ഇപ്പോൾ തോന്നുന്നത് അനീഷ് തന്നെ ജയിച്ചോട്ടെ. കാരണം അനുമോൾ ജയിച്ചാൽ അനുമോളെ സോഷ്യൽ മീഡിയയിൽ ജീവിക്കാൻ വിടില്ല. അപ്പോൾ എന്ത് തോന്നും, സോഷ്യൽ മീഡിയയല്ലേ ജീവിതം, അതല്ലല്ലോ എന്ന് പറയും. പക്ഷേ ദിൽഷ അതിന് മുൻപ് വന്ന് ജയിച്ചിട്ട് ദിൽഷ വന്ന് കരഞ്ഞ് പറഞ്ഞത് എപ്പോഴും ഓർമ്മയുണ്ട്. ലൈവിൽ വന്നിട്ട് എന്നെ ജീവിക്കാൻ വിടൂ, ആ പൈസ വേണമെങ്കിൽ ഞാൻ നിങ്ങൾക്കെല്ലാം വീതിച്ച് തരാമെന്ന് പറഞ്ഞിട്ട് അവസ്ഥ കൊണ്ടുള്ള കരഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം റോബിൻ്റെ വോട്ട് കൊണ്ടാണ് നീ ജയിച്ചെന്ന് പറഞ്ഞിട്ട് അത്രയും സൈബർ പുള്ളിക്ക് നടത്തി ഒന്നും അല്ലാതാക്കി. ദിൽഷ കളിച്ചതിനും ഗുണമില്ല, ഒന്നും ചെയ്തതിനൊരു ഗുണമില്ലാതാക്കിയിട്ട് പിന്നെ ഉപദ്രവിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ആ കണക്ക് നോക്കുമ്പോൾ അത്രയ്ക്കൊന്നും മനക്കെട്ടി അനുമോൾക്കുള്ളതായിട്ട് തോന്നുന്നില്ല. ഇനിയിപ്പോൾ ഉണ്ടാവുമായിരിക്കും, അറിയില്ല. അനുമോളെ അറിയുന്നവരൊക്കെ പറയുന്നുണ്ട് അത്രയ്ക്ക് മനക്കെട്ടിയില്ലെന്ന്. ചില ആളുകൾ പറയുന്നുണ്ട് ആ ഒരു കുട്ടിപ്പെണ്ണല്ല, നല്ല മനക്കെട്ടി ഉണ്ടെന്നും പറയുന്നുണ്ട്. അതുകൊണ്ട് അറിയില്ല. പക്ഷേ ഒന്ന് നോക്കുമ്പോൾ അനുമോൾ സെക്കൻഡ് ആവുന്നത് നല്ലത്. ഈ ഉപദ്രവം കുറയും. ഇല്ലെങ്കിൽ അനുമോളെ ജീവിക്കാൻ വിടില്ല ഈ ലോകത്ത്. അതുകൊണ്ട് എന്തോ നമുക്ക് അറിയാം. ഇനിയിപ്പോൾ ആരുടെ കയ്യിലും ഇല്ലല്ലോ, വോട്ടിങ് കഴിഞ്ഞല്ലോ. അതുകൊണ്ട് വൈകുന്നേരത്തെ അറിയാം. എന്തായാലും ഫസ്റ്റ് നമുക്ക് വരേണ്ടത് അനുമോൾ ആൻഡ് അനീഷ്. തേർഡ് വന്നിട്ട് ഫസ്റ്റ് സെക്കൻഡ് അവർ, തേർഡ് വന്നിട്ട് ഷാനവാസ് വരികയായിരിക്കും. ഫോർത്ത് നെവിൻ വരണമെന്നാണ് എൻ്റെ ഒരാഗ്രഹം. ഫിഫ്ത്ത് വന്നാൽ മതി അക്ബറൊക്കെ എപ്പോഴോ പോകേണ്ടതാണ്. അക്ബറിനൊന്നും അവിടെ നിൽക്കാനുള്ള ഒരു യോഗ്യതയില്ല. പാരഡിക്കാനും പാടി മറ്റുള്ളവരെ കുത്തിത്തിരിപ്പും ഉണ്ടാക്കി തെറിയും പറഞ്ഞ് പെൺകുട്ടികളെ മോശമായിട്ടും സംസാരിച്ചുകൊണ്ടിരിക്കുന്ന അക്ബറിനെ അവിടെ നിർത്തിയത് ഷോ ഡയറക്ടറിൻ്റെ ബ്രില്യൻസ് തന്നെയാണ്. അല്ലാണ്ടൊന്നും അക്ബർ അവിടെ നിൽക്കാൻ ഒരു യോഗ്യതയും ഇല്ലെന്നാണ് എൻ്റെ രീതി കേട്ടോ. ആ ആര്യം പോയ സമയത്തൊക്കെ അതിന് മുൻപേ പോകേണ്ടതാണ്. ആര്യം പോയ സമയത്തെങ്കിലും പോകാമായിരുന്നു, അല്ലെങ്കിൽ അതിൻ്റെ തൊട്ട് മുന്നേ ഒക്കെ പോകേണ്ടത്. ജിസയിൽ പോയി കഴിഞ്ഞിട്ട് പോകേണ്ട ആളായിരുന്നു സത്യം പറഞ്ഞാൽ അക്ബർ. അല്ലാതെ അക്ബർ അവിടെ എന്താ ചെയ്തിരിക്കുന്നത് നിങ്ങൾ നോക്കൂ. അങ്ങനെ പക്ഷേ അതല്ലാതെ അക്ബർ പോയതാണെങ്കിൽ അവിടെ കുറച്ചുകൂടി സമാധാന അന്തരീക്ഷം ഉണ്ടായിട്ടുണ്ടാവുമായിരുന്നു, നല്ല രസമായിട്ട് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അക്ബർ അവിടെ ഉള്ളത് കൊണ്ടാണ് ഇത്രയും വലിയ ഇഷ്യൂ ആയത്. പിന്നെ ആദില നൂറ അവർ പോയത് ഏറ്റവും നല്ലത് എന്നാണ്. നമുക്ക് ടിക്കറ്റ് ഫിനാലെ കൊടുത്തില്ല എന്ന് പറഞ്ഞപ്പോൾ ഇതെന്താ ഇങ്ങനെ ബിഗ് ബോസ് ചെയ്തു എന്നൊക്കെ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ടിക്കറ്റ് ഫിനാലെ എന്ന് പറഞ്ഞിട്ട് ഫൈനൽ 5 ചാൻസ് കിട്ടിയില്ല. അതെന്തുകൊണ്ടാണ് ഇവരിങ്ങനെ ചെയ്തതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് നന്നായി. ഇവർക്കൊക്കെ കിട്ടിയ അഹങ്കാരത്തിന് കയ്യും കാലം വെച്ച പോലെ അഹങ്കാരം കാണിക്കും ഇവർക്കൊക്കെ 500 കിട്ടിയതാണെങ്കിൽ. കാരണം വോട്ടിങ്ങിലൂടെ തന്നെ പൊക്കോട്ടെ എന്ന് തീരുമാനിച്ചല്ലോ. അതായത് വോട്ടിങ്ങിലൂടെ തന്നെ പൊക്കോട്ടെ എന്ന് തീരുമാനിച്ചതുകൊണ്ട് 100 പോയത് ഏറ്റവും നല്ല കാര്യമായി. എന്നാലെങ്കിലും പഠിച്ചിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. മനസ്സിലെങ്കിലും മാപ്പ് പറഞ്ഞിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. പിന്നെ അനുമോൾ ഇനിയൊന്നും ഇവരെ അടുപ്പിക്കാതിരിക്കുന്നത്. അനുമോൾ ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം പുറത്തിറങ്ങിയിട്ട് ഈ ബിഗ് ബോസിൽ ആരോടെങ്കിലും താങ്ക്സോ അല്ലെങ്കിൽ അതിലുള്ള ആരുടെ അടുത്തെങ്കിലും പറയണമെങ്കിൽ അതിൽ പറയേണ്ടത് ഒന്ന് ലക്ഷ്മിയാണ്. മെയിനായിട്ട് ലക്ഷ്മിയോട് താങ്ക്സ് പറയണം. കാരണം ലാസ്റ്റ് അത്രയും ഡൗണായി കിടക്കുന്ന സമയത്ത് കെട്ടിപ്പിടിച്ച് മോട്ടിവേഷൻ കൊടുത്തിട്ട് പോയത് ലക്ഷ്മിയാണ്. ഫസ്റ്റ് ലക്ഷ്മിയെ മോശം പറഞ്ഞ ആളാണ് അനുമോൾ. അതാണ് കർമ്മ എന്ന് പറയുന്നതും കൂടിയാണ് സംഭവം. അത്രയും മോശം പറഞ്ഞിട്ട് ഈ പുറത്തിറങ്ങിയിട്ട് നിന്നെ കാണാം എന്ന് പറഞ്ഞ അത്രയ്ക്കും ദേഷ്യത്തിൽ പറഞ്ഞ ആളാണ് അനുമോൾ. എന്നിട്ട് അവസാനം അനുമോൾക്കൊരു ഇഷ്യൂ വന്നപ്പോൾ
ചേർത്ത് നിർത്തി കെട്ടിപ്പിടിച്ച് സംസാരിച്ച് മോട്ടിവേഷൻ കൊടുക്കാൻ ലക്ഷ്മി ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ലക്ഷ്മിയെ സത്യം പറഞ്ഞാൽ അനുമോൾ മറക്കാൻ പാടില്ല. ഇനി അതൊക്കെ വന്നിട്ടുള്ള കാര്യം അതെന്തായിക്കോട്ടെ, പക്ഷേ എനിക്ക് അനീഷ് ജയിച്ചോട്ടെ എന്നാണ് എൻ്റെ മനസ്സിൽ. ഇന്നലെ വരെ അനുമോളായിരുന്നു. പക്ഷേ അനുമോൾ ജയിച്ചാലും കുഴപ്പമില്ല, അനുമോൾ ജയിച്ചാൽ നല്ലത്, അടിപൊളി. പക്ഷേ അനീഷ് വിൻ ചെയ്ത അനുമോൾക്ക് കുറച്ച് സമാധാനം കിട്ടും. ഇല്ലെങ്കിൽ അനുമോൾ PR കൊടുത്തിട്ടാണ് എന്ന് പറഞ്ഞിട്ട്, കാരണം ഇപ്പം തന്നെ സീക്രട്ട് ഏജൻറ്റ് സിജോ അങ്ങനെ ഒരുപാട് പേര് പറയുന്നുണ്ട്. എന്താ അങ്ങനെ എണ്ണയാ തീരില്ല, അത്രയും പേര്. നമ്മൾ ഇന്നലെ വെറുതെ യൂട്യൂബ് കംപ്ലീറ്റ് സെർച്ച് ചെയ്യുമ്പോൾ ഹേറ്റേഴ്സ് ആവശ്യമുള്ളത് ഇല്ലാത്തത്, അവൾ കരച്ചിൽ റാണിയാണ്, അങ്ങനെയാണ് എങ്ങനെയാണ് PR കൊടുത്തിട്ട്. ഇപ്പോൾ തൊപ്പി തന്നെ ഇന്നലെ എന്താ പറഞ്ഞത്, അവൾ PR കൊടുത്തിട്ട് ഭയങ്കരമായിട്ട് PR ആണെന്ന്, എന്തോ അന്വേഷണം PR ഇല്ലാത്ത പോലെ. ഇപ്പോൾ തൊപ്പി ചെയ്തത് PR തന്നെയല്ലേ? തൊപ്പി ഒരു പ്രോഗ്രാം പോലും കണ്ടിട്ടില്ല, കാണാതെ ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ എന്തിനാ? ഒന്നില്ലെങ്കിൽ PR ആയിരിക്കും, അല്ലെങ്കിൽ സ്നേഹത്തിൻ്റെ പേരിലായിരിക്കും, അല്ലെങ്കിൽ അനുമോളുടെ ദേഷ്യം കൊണ്ടായിരിക്കും. അതിലെ ഇപ്പോൾ PR ആകാനോ അനുമോളുടെ ദേഷ്യം കാരണമായിരിക്കും കൂടുതൽ ചാൻസ്. കാരണം പറയുന്നുണ്ട് അനുമോൾ PR ആണ്, അടുത്ത വേറെ പഴയ വീട് കാണിച്ചു, പുതിയ വീട് കാണിച്ചു, 2 കാറുണ്ട് എന്നുള്ള കഥകളൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അതൊരു ദേഷ്യം തന്നെയാണല്ലോ. അപ്പോൾ എന്താ, നമുക്ക് ഗ്രാൻഡ് ഫിനാലെ വൈകിട്ട് കാണാം, കണ്ടറിയാം എന്ത് സംഭവിക്കുമെന്ന്.